നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ സിസ്റ്റം, അതായത് ഫ്യൂവൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും ക്ലീനിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, ചെയ്യാൻ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രോഡക്ട്സ് അവൈലബിൾ ആണോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് രാജ് എം കെ ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹായ് രാകേഷ്, ഒരു ഡീസൽ ഓർ പെട്രോൾ ഫ്യൂവൽ സിസ്റ്റം ക്ലീനർ വീഡിയോ ചെയ്യാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഫ്യൂവൽ സിസ്റ്റം നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നത്? ഫസ്റ്റ് കാര്യം, അതായത് ശരിക്കും ഈ ഒരു സിസ്റ്റം ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഫ്യൂവൽ ഫിൽറ്റേഴ്സിൻ്റെയൊക്കെ റീപ്ലേസ്മെൻറ്റ് കൊണ്ടാണ് മെയിനായിട്ട് നമ്മുടെ ഫ്യൂവൽ സിസ്റ്റത്തിന് ഒരു ബ്ലോക്ക് വരുന്നത്. അതായത് ഒരു വാഹനത്തിൻ്റെ നോർമൽ റെക്കമെൻഡഡ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്ന 40,000 വരുന്നുണ്ട്. ചില വാഹനങ്ങൾക്ക് 20,000 ഡീസൽ ഫിൽറ്ററിൻ്റെയൊക്കെ റീപ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. ചില വാഹനങ്ങൾക്ക് 80,000 കിലോമീറ്റർ വരുന്നുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ദ വെഹിക്കിളാണ്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും, ഈ പറയുന്നതിൻ്റെ ടൈമിൻ്റെ കുറച്ച് മുമ്പെങ്കിലും നമ്മൾ ഫിൽറ്റേഴ്സ്, അതായത് ഫ്യൂവൽ ഫിൽറ്റേഴ്സ് റീപ്ലേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. പലപ്പോഴും പലരും ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആയില്ല, വർഷം ആയതല്ലേ ഉള്ളൂ, മാറേണ്ട ആവശ്യമില്ല, അങ്ങനെ ചിന്തിക്കരുത്. കാരണം വർഷമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും മാറിവിടുക. അതായത് ഞാൻ ഉദ്ദേശിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ, സമയമാകാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കരുത്. കുറച്ച് മുമ്പ് മാറാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ക്ലീനിങ്ങിന് ആവശ്യം വരുന്നത്? റീപ്ലേസ്മെൻറ്റ് കൃത്യമല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും രീതിക്ക് ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ ഫിൽറ്റേഴ്സിലും കാര്യങ്ങളൊക്കെ അടിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ ഈ ഫിൽറ്റേഴ്സിൽ അടിഞ്ഞ് ഇമ്പ്യൂരിറ്റീസ് ചിലപ്പം ലൈൻസിലോട്ട് കയറി ഇഞ്ചക്ടേഴ്സിലും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ക്ലീനേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഫ്യൂവൽ അഡിറ്റീവ്സ് പോലത്തെയുള്ള ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. പക്ഷേ ഒരു കാരണവശാലും ഞാനിത് സജസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽസിനകത്തോട്ട് നമ്മൾ ഈ അഡിറ്റീവ്സ് ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇഞ്ചക്ടേഴ്സൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂവലിനകത്ത് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഫിൽറ്റർ ത്രൂ തന്നെയാണ് വരുന്നത്. ഈ ഫിൽറ്റേഴ്സിനകത്ത് ഇത് കയറി കഴിഞ്ഞ് ഇതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ കുറച്ചുകൂടെ ഡൈല്യൂട്ട് ചെയ്ത് ഈ ലൈൻസിൽ കൂടി ഇത് കയറി വന്നാൽ ഇത് മിക്കവാറും നമ്മുടെ ഇഞ്ചക്ടേഴ്സ് ബ്ലോക്ക് ചെയ്യാനുള്ളൊരു ചാൻസസ് വളരെ കൂടുതലാണ്. അതിപ്പോൾ ഡീസലാകട്ടെ പെട്രോൾ ആകട്ടെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഫ്യൂവൽ ഫില്ലിങ് മെയിനായിട്ട്, അതായത് കഴിവതും നമ്മുടെ വാഹനത്തിലൊരു 1/4 ടാങ്ക് അല്ലെങ്കിൽ ഒരു 1/2 ടാങ്കെങ്കിലും വാഹനത്തിൽ ഫ്യൂവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു ഗുണമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏതെങ്കിലും രീതിക്ക് ഇഞ്ചക്ടേഴ്സിനോ കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ടേഴ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇഞ്ചക്ടർ അഴിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ അഡിറ്റീവ്സും നമ്മുടെ ഫ്യൂവൽ ടാങ്കിനകത്തോട്ട് മിക്സ് ചെയ്ത് ഒരു കാരണവശാലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ രീതിക്ക് ഏതെങ്കിലും രീതിക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കുറവോ പുള്ളിങ് ലെസ്സോ അല്ലെങ്കിൽ മൈലേജ് കുറവോ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എയർ ഫിൽറ്റർ പ്ലഗൊക്കെ മാറി വിടുന്ന കൂട്ടത്തിൽ തന്നെ ഫ്യൂവൽ ഫിൽറ്റേഴ്സും കൂടെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണലായിട്ട് ഒരു ക്ലീനറും കാര്യങ്ങളൊന്നും മേടിക്കാതെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ലൈൻസ് അല്ലെങ്കിൽ ഫ്യൂവൽ സിസ്റ്റംസ് എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഇരുന്നോളും.